രാവിലെ അനിമൽസൊക്കെ ആക്റ്റീവ് ആവുന്ന സമയമാണ്. ആ സമയത്ത് ഫോട്ടോ എടുക്കുകയാണ് ഭയങ്കര രസകരമായിട്ടുള്ള സംഭവം. വൈകുന്നേരം കുറച്ചൊക്കെ ക്ഷീണമായിട്ട് നിൽക്കുന്ന ഫോട്ടോ ആയിരിക്കും വൈകുന്നേരം കിട്ടുന്ന ഫോട്ടോസ്. ഒരിക്കലും പെർഫ്യൂംസ് അതുപോലെ ഓർണമെന്റ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. ഉപയോഗിച്ചാൽ ഇതിന്റെ സ്മെല്ല് പെട്ടെന്ന് കിട്ടും, ഇതിന്റെ സൗണ്ട് പെട്ടെന്ന് അനിമൽസ് എന്ന് മനസ്സിലാവും, നമ്മൾ അറ്റാക്ക് ചെയ്യും. നിർബന്ധമായിട്ട് ഒരാളെ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ പെട്ട സ്ഥലമാണ് ഗവി എന്ന് പറയുന്നത്. കരടിയാണ് കാട്ടില് പേടിക്കേണ്ട ജീവിയിൽ പെട്ടൊരു ജീവി. കാരണം മനുഷ്യനെ പോലെ എഴുന്നേറ്റ് നിൽക്കും. നമ്മൾ മരത്തിൽ കയറിയിട്ട് രക്ഷപ്പെടാൻ വിചാരിക്കുകയാണെങ്കിൽ മരത്തിൽ കയറും, വെള്ളത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യും, ഓടിച്ചു പൊട്ടിക്കണമെങ്കിൽ എങ്ങനെ ചെയ്യും. ഒരു തേനീച്ച വിചാരിക്കുകയാണെങ്കിൽ ഏറ്റവും ചെറുതല്ലേ തേനീച്ച, ഒരു 5 വർഷം കൊണ്ട് ഭൂമിയിൽ ഒറ്റ മനുഷ്യന്മാരും ഒറ്റ ജീവജാലങ്ങളും ഉണ്ടാവില്ല. ഈ ഫീമെയിലിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മിന്നാമിനിങ് ലൈറ്റ് കത്തിക്കുന്നത്. പിന്നെ ഏറ്റവും അടിപൊളിയായിട്ട് ഭംഗിയിൽ ലൈറ്റ് കത്തിക്കുന്ന ജീക്ക് മാത്രമേ മേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മേറ്റ് ചെയ്ത് അവിടെയും എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ. പത്ത് കൊല്ലമായിട്ട് ക്യാമറയുമായിട്ട് കാട് കയറുന്ന ഒരാള്, BBC വൈൽഡ് ലൈഫ് മാഗസീന്റെ അവാർഡ് 2 തവണ വിൻ ചെയ്ത ഒരാള്, കാടിന്റെ കഥകളുമായിട്ട് ഇന്ന് ക്ലബ് FM-ൽ നമ്മോടൊപ്പം VM സാദിഖ് അലി. നൈസ് ടു മീറ്റ് യു. വെൽക്കം ടു ക്ലബ് FM സാദിഖ്. താങ്ക് യു. 10 വർഷമല്ല 20 വർഷം. 20 വർഷമാണോ? അപ്പൊ ഏത് പ്രായത്തിലാണ് കാട്ടിൽ? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തുടങ്ങിയതാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ. ഭയങ്കര ഇഷ്ടമായിരുന്നു നിങ്ങൾക്ക് കാട്ടിലേക്ക് പോകാറുണ്ട്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമല്ലേ? നാട്ടിലെ കാട്ടും ഉറപ്പായിട്ടും. ഓക്കെ ഫൈൻ. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കുമാണ് ആദ്യമായിട്ട് ഒരു ക്യാമ്പ്, നേച്ചർ ക്യാമ്പ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഇൻസ്പയർഡ് ആയി, ചാനൽസ് കണ്ടു, വാപ്പേനെ ചാക്കിട്ടു, ആദ്യത്തെ ക്യാമറ വാങ്ങിച്ചു. ഇത്രയും കഥകൾ എനിക്കറിയാം. ബാക്കി പറയൂ. ഭയങ്കര രസമായിരുന്നു കേട്ടോ കാട്ടിലേക്ക് പോകാറുന്നത്. ഇങ്ങനെ നമ്മൾ ഈ നാഷണൽ ജോഗ്രഫിയും BBC ഒക്കെ കാണുന്ന സമയത്ത് ഭയങ്കര രസകരമായിട്ട് തോന്നാണ്. എന്തുകൊണ്ട് നമുക്കിത് ചെയ്തുകൂടാ? അങ്ങനെ ചെയ്യുന്ന മലയാളികള് ഞാൻ കണ്ടില്ല. നമ്മൾ തന്നെ അടുത്ത് മുന്നോട്ട് ഇറങ്ങിയിട്ട് ചെയ്യാണ്. നിലമ്പൂരുകാരനാണ്. കാട് ഈസിലി ആക്സസിബിൾ ആയിട്ട് കാട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. 7ാം ക്ലാസ്സിൽ കയറിയ യാത്ര എങ്ങോട്ടായിരുന്നു? ഏത് ഭാഗത്തേക്കായിരുന്നു? ആൻഡ് എന്താണ് ഏറ്റവും ആദ്യം കണ്ട ജീവി? നിലമ്പൂർ തന്നെയാണ് ആദ്യമായിട്ട് കയറിയത്. ബംഗ്ലാവുകുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട്. സ്കൈ വാക്ക് ഒക്കെ ആയിട്ടാണ് ഇപ്പൊ അവിടെ നിൽക്കുന്ന ഒരു ടൂറിസം സ്പോട്ടാണ്. മാറി ഇപ്പൊ ഗവൺമെന്റ് ടൂറിസം സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്ന സമയത്ത് അപ്പോൾ അന്നങ്ങനെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. നമ്മൾ അങ്ങോട്ട് പോവാ. ഭയങ്കര രസകരമായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു ബോണറ്റ് മക്കാക്ക് ഉണ്ട്, ഒരു മങ്കി ക്യാമറയുടെ മുമ്പിലേക്ക് ചാടുകയാണ്. ഫിലിം ക്യാമറ വെച്ചിട്ടാണ് ഫോട്ടോ എടുത്ത് തുടങ്ങുന്നത്. 36 ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല. മെമ്മറി കാർഡ് ഉപയോഗിച്ചങ്ങാണ്ട് ചെയ്യുന്നതല്ലോ. പിന്നെ അതിന്റെ ഫോട്ടോ എടുത്ത് ഭയങ്കര രസകരമായിട്ട് തോന്നി. ക്യാമറയുടെ മുൻപിലേക്ക് ചാടുന്ന ആദ്യമായിട്ട് ക്യാമറ കാണുന്ന ഒരു എക്സ്പ്രഷന് അതിന്റെ ഫോട്ടോ എടുത്ത്. ഓക്കെ, ഒരു ബിഗിനർ എന്ന നിലയിൽ കാട്ടിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇന്ത്യയിൽ ഒരുപാട് കാടുകളുണ്ട്. ഇതിലേത് കാട്ടിൽ ഞങ്ങൾ പോകും? എല്ലാ കാട്ടിലും പോകാനുള്ള സംവിധാനമുണ്ട്. ഗവൺമെന്റ് ഒരുപാട് സ്ഥലത്തേക്ക് പോകാൻ, ഇന്ന സ്ഥലത്തേക്ക് പോവാം. ടൂറിസ്റ്റിന് അലൗഡ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഒരു ബിഗിനർ നിലയിലാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് വയനാട് പോവാം, പിന്നെ മൂന്നാർ പോവാം, ഇരവിക്കുളം പോവാം. നമ്മൾ ഈ റോഡ് സൈഡിൽ പോകുന്ന സമയത്ത് തന്നെ മുതുമലയും ബന്ദിപ്പൂരൊക്കെ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ഇഷ്ടംപോലെ അനിമൽസിനെ സൈറ്റ് ചെയ്യും. നമ്മൾ ഒറ്റയടിക്ക് വലിയ എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങിയിട്ട് പോകുന്നതിലേറെ നല്ലത് നമ്മൾ ഇതിന് റെഡി ആണോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട് ക്യാമറ വാങ്ങിക്കുക. എന്നിട്ട് ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, ഫിറ്റ് ആണെങ്കിൽ മാത്രം ക്യാമറ ആയിട്ട് പോയാൽ മതി. ഈ ക്യാമറ എപ്പോഴും എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. ലൈക്ക് ഈ ഒരു നേച്ചറിനെ ഫോട്ടോ താല്പര്യമുള്ള ആളുകൾ ഒരു ബിഗിനർ നിലയിൽ ഏത് ക്യാമറ ആയിരിക്കും, അല്ലെങ്കിൽ വാട്ട് ആർ ദ എക്യുപ്മെന്റ്സ് ഷുഡ് യു ഹാവ്, എന്നൊക്കെ വേണം ബേസിക് ആയിട്ട്? നമ്മള് കയ്യിൽ എല്ലാ ബ്രാൻഡിലും ക്യാമറ ഉണ്ട്. നിക്കോണ്, കാനോണ്, സോണി, ലൂമിക്സ്, പാനസോണിക്, എല്ലാ ബ്രാൻഡിലും ക്യാമറ ഉണ്ട്. നമ്മളെ ബഡ്ജറ്റ് എന്താണ് എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നല്ല ബോഡി വാങ്ങിക്കുക. എന്നിട്ട് നമുക്ക് വൈൽഡ് ലൈഫിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു 70-300 ലെൻസ് വാങ്ങിക്കാം. ഇനി കുറച്ചും കൂടെ ഒക്കെ ബേർഡ്സിലേക്ക് ഒന്നും കൂടി ഒക്കെ ഫോക്കസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ 200-500 ലെൻസ് ഉണ്ട്. അതുപോലെ 200-600 ലെൻസ് ഉണ്ട്. 800 മാത്രം വരുന്ന ലെൻസ് ഉണ്ട്. ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ലെൻസുകളുണ്ട്. അപ്പോൾ നമ്മൾ ഏതിലാണോ ഫിറ്റ് ചെയ്യുന്നത്, നമ്മൾ സ്റ്റേജ് നമ്മൾ ഇതാണോ കരിയർ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എല്ലാ ബ്രാൻഡിലും ക്യാമറ ഉണ്ട്. നമ്മളെ എങ്ങനെയാണോ ഓക്കെ നമ്മുടെ രീതിയിൽ ചൂസ് ചെയ്യാണ് നല്ലത്. ഫോട്ടോഗ്രാഫിക് ആണെന്നുണ്ടെങ്കിൽ ഫ്രെയിം പെർ സെക്കൻഡ് കൂടിയ ക്യാമറകൾ ഉപയോഗിക്കാണ് കുറച്ചും കൂടി നല്ലത്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് പ്രത്യേകിച്ച്. വീഡിയോഗ്രാഫി ആണ് എന്നുണ്ടെങ്കിൽ മെഗാ പിക്സൽ അല്ല നോക്കണ്ടേ,
ഫോട്ടോഗ്രാഫിക്ക് മെഗാ പിക്സൽ നോക്കും, വീഡിയോഗ്രാഫിക്ക് ഒരിക്കലും മെഗാ പിക്സൽ അല്ല നോക്കണ്ടേ. ISO റേഞ്ച് ഒക്കെ കൂടിയ ക്യാമറകളാണ് കുറച്ചും കൂടെ ഒക്കെ നല്ലത് വീഡിയോഗ്രാഫി. സോ മച്ച് ടെക്നിക് അറിവ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സ്പെഷ്യൽ പെർമിഷൻ എടുക്കേണ്ട കേസ് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ വയനാട് ചുരത്തിലൂടെ അങ്ങനെ പോവാണ്. വയനാട് ചുരം, താമരശ്ശേരി ചുരത്തില് പോകുന്ന സമയത്ത് റോഡ് സൈഡിൽ ഒരുപാട് കുരങ്ങനെ കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം അല്ലേ. പക്ഷെ കാട്ടിന്റെ അകത്ത് ഈ ബോണറ്റ് മക്കാക്ക് ഈ കുരങ്ങ് എന്തേയില്ല, കാടിന്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയില്ല. നമ്മളെ കണ്ട ഉടനെ ഇത് എസ്കേപ്പ് ആവും. റോട്ടിൽ കാണുന്ന ശൗര്യം ഒന്നും കാട്ടിനകത്തില്ല, ഉണ്ടാവില്ല. ഇത് മനുഷ്യന്മാരെ കണ്ട് ശീലമായിട്ടുണ്ട്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് ഇറങ്ങേണ്ട ആളുകൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യമാണ്. ഇത് നമ്മൾ കാട്ടിലേക്ക് കയറിയ ഉടനെ ഒരു അനിമൽസിനെയും നമുക്ക് സൈറ്റ് ചെയ്യില്ല. നമ്മൾ നല്ല ക്ഷമയോടെ നിന്നാലും മാത്രമേ ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്യുള്ളൂ. നമ്മൾ ഡ്രസ്സിലൊക്കെ ശ്രദ്ധിക്കണം. മണിക്കൂറോളം കാത്തിരുന്ന് ഫോട്ടോ എടുത്ത ഒരു ജീവി ഉണ്ടോ? ഉണ്ട്. മണിക്കൂർ ദിവസങ്ങള് ഞാൻ ആദ്യമായിട്ട് ഗുജറാത്ത് ഗീർവനത്തിൽ പോകുന്ന സമയത്ത് 7 ദിവസം കാട്ടിന്റെ അകത്ത് നിന്നിട്ടാണ് സിംഹങ്ങളെ ഏഴ് ദിവസം അതില് 23 സിംഹങ്ങളാ തോന്നുന്നുണ്ട്. 22-23 സിംഹങ്ങളെന്ന് പല കാറ്റഗറിയിൽ പെട്ട ചെറിയ കുട്ടികൾ മുതൽ കബ്ബുകൾ മുതൽ. സിംഹം സിംഗിൾ ആയിട്ടല്ലേ വന്നത്? അല്ലല്ല, സിംഹം ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ജീവിയാണ്. ടൈഗർ മാത്രമാണ് സിംഗിൾ ആയിട്ട് ജീവിക്കുന്നത്. സിംഹത്തിന്റെ മെയിൻ സമയം എപ്പോഴാണ്? അവര് ഈ മോർണിംഗ് സമയങ്ങളാണോ അല്ലെങ്കിൽ ആഫ്റ്റർനൂൺസ് ആണോ അവരുടെ ഒരു ടൈം? ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് വൈകുന്നേരവും അതുപോലെ രാവിലെയാണ്. ഈ രണ്ട് നല്ല ഗോൾഡൻ ലൈറ്റിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഒരു 7 മണിയുടെ വെളിച്ചം. 7 മണിയുടെ വെളിച്ചം. അതുപോലെ ഈവനിങ് 3 മണി കഴിഞ്ഞിട്ട് 4 മണിയുടെ ആ ഒരു വെളിച്ചത്തിലും ലൈറ്റ് ഡള്ളായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രസത്തിലുള്ള നല്ല ഭംഗിയിലുള്ള ലൈറ്റ് ആയിരിക്കും ആ സമയത്ത്. ഈ രാവിലെ അനിമൽസ് ഒക്കെ ആക്റ്റീവ് ആവുന്ന സമയമാണ്. ആ സമയത്ത് ഫോട്ടോ എടുക്കുകയാണ് ഭയങ്കര രസകരമായിട്ടുള്ള സംഭവം. വൈകുന്നേരം കുറച്ചൊക്കെ ക്ഷീണമായിട്ട് നിൽക്കുന്ന ഫോട്ടോ ആയിരിക്കും വൈകുന്നേരം കിട്ടുന്ന ഫോട്ടോസ്. രാവിലെ ആയിരിക്കും ഭയങ്കര ഉഷാറായിട്ട് കിട്ടുക. അതുപോലെ നമ്മൾ കാട്ടിലൂടെ ട്രെക്കിങ് ചെയ്ത് യാത്ര പോവുകയാണെന്നുണ്ടെങ്കിൽ അരുവികളും തോടുകളൊക്കെ ഉണ്ടാവും, ആറുകളൊക്കെ ഉണ്ടാവും. ഈ സ്ഥലത്ത് അവിടെ പക്മാർക്കൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഹൈഡായിട്ട് ഇരുന്നാലും നമുക്ക് നല്ല ചിത്രങ്ങൾ കിട്ടും. അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. കാട്ടിൽ പോകുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ കരുതണം? കാട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഡ്രസ്സിംഗ് ആണ്. നമ്മൾ കാട്ടിനോട് ഇണങ്ങുന്ന ഡ്രസ്സ് ഇടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കാട്ടിൽ നമ്മളെ കാണാൻ അനിമൽസും ക്യാമോഫ്ലാഗ് അനിമൽസും അതുപോലെ കിളികളും പൂമ്പാറ്റകളും അതുപോലെ തുമ്പികളൊക്കെ മാത്രമേ ഉള്ളൂ. നമ്മൾ പെർഫ്യൂം ഒന്നും അടിച്ച് പോകേണ്ട ഒരു ആവശ്യമില്ല. അവിടെ നാട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ പെർഫ്യൂം അടിക്കേണ്ട ആവശ്യമുള്ളൂ. പച്ചയായിട്ട് പോകണം. ഈ ക്യാമോഫ്ലാഗ് ഡ്രസ്സ് ഇട്ടിട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും പെർഫ്യൂംസ് അതുപോലെ ഓർണമെന്റ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. ഉപയോഗിച്ചാൽ ഇതിന്റെ സ്മെല്ല് പെട്ടെന്ന് കിട്ടും, ഇതിന്റെ സൗണ്ട് പെട്ടെന്ന് അനിമൽസ് എന്നെ മനസ്സിലാവും, നമ്മൾ അറ്റാക്ക് ചെയ്യും. കാരണം കാട് എന്ന് പറയുന്നത് അവരുടെ വീടാണ്. ഞാൻ ഒരു തവണ അതേപോലെ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ആനനെ കണ്ടു. വയനാട് എന്നാണ്, തോൽപ്പെട്ടിന്ന് ആനനെ കണ്ടിട്ട് ഭയങ്കര ആവേശ് കുമാറായിരുന്നു ആ സമയത്ത്. പിന്നെ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോയി. ആനന്റെ കൂടെ ആനന്റെ കുട്ടി ഉണ്ടായിരുന്നു. ഇതിന്റെ ക്യാമറ കണ്ടപ്പോൾ ചിലപ്പോ ഇത് തോക്കാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഫോട്ടോ എടുത്തപ്പോ തള്ളാൻ തന്നെ ഓടിച്ച്. എന്റെ ദൈവം, നിങ്ങൾ എങ്ങനെ ഓടി രക്ഷപ്പെട്ടു? എന്ത് ചെയ്യാനാ, അതുകൊണ്ട് നിങ്ങളെ മുമ്പിൽ ഇതേപോലെ നിൽക്കുന്നു. ഈ ഞാൻ കണ്ടിട്ട് ആന ഓടുമ്പോഴേക്ക് ഇങ്ങനെ ഓടണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വെറുതെ പറയാണ്. എങ്ങനെ ഓടിയാലും നമ്മൾ എത്ര സ്പീഡിൽ ഓടുക? മാക്സിമം ഞാൻ നോക്കിയിട്ടില്ല. 20 സ്പീഡിൽ ഓടാൻ കഴിയും നമുക്ക്. 10 സ്പീഡിലൊക്കെ ഓടുന്നുണ്ട്. 20 സ്പീഡ് മാക്സിമം 20. ആന 60 സ്പീഡിൽ വരെ ഓടും. അപ്പൊ നമ്മളെങ്ങനെ തിരിച്ചു ഓടിയിട്ടും കാര്യമല്ല. കാട്ടിലേക്ക് പോകുന്ന ആളുകള് ഇതൊരു തെറ്റായിട്ടുള്ള ധാരണയാണ് കേട്ടോ. നമ്മളിങ്ങനെ തിരിച്ച് സിഗ്സാങ്കില് ഓടിയാല് നമ്മൾ രക്ഷപ്പെടും എന്നുള്ളത് വെറുതെ പറയാണ്. അങ്ങനെ ഹൈഡായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഇതിനൊന്നും കാണാതെ ഹൈഡായിട്ട് ഇരിക്കുക. കാറ്റിന്റെ ദിശകൾ നോക്കുക. നമ്മുടെ ദിശ നോക്കാൻ ഒരുപാട് ഉപകരണം, മണ്ണുണ്ടാവും. മണ്ണൊക്കെ ഇട്ട് നോക്കിയാൽ എങ്ങോട്ടാണ് കാറ്റ് നോക്കുക. അപ്പോൾ അനിമൽസിന്റെ സ്മെല്ല് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നമ്മുടെ ഭാഗത്തു നിന്നാണ് കാറ്റ് അങ്ങോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മാറിയിട്ട് ഇരിക്കണം. നമ്മുടെ സ്മെല്ല് പെട്ടെന്ന് അനിമൽസിന് കിട്ടും. മനുഷ്യന്മാരുടെ സ്മെല്ല് പെട്ടെന്ന് കിട്ടും, മറ്റുള്ള ജീവികളൊന്നുമല്ല. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഹൈഡായിട്ട് ഇരിക്കുക. അടിപൊളി. 2012 ബന്ദിപ്പൂർ കാട്ടിലാണ് ലൈഫിൽ ആദ്യത്തെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവണമെന്ന് ഞാനിങ്ങനെ കണ്ടായിരുന്നു. ആദ്യമായിട്ടൊരു പുള്ളിപ്പുലി മുമ്പിൽ വന്ന് നിന്നപ്പോഴത്തേക്കും യു ക്ലിക്ക് ദാറ്റ് പിക്ചർ. അതാണ് ഈ പറഞ്ഞ BBC വൈൽഡ് ലൈഫ് മാഗസീൻ്റെ ബെസ്റ്റ് ഫോട്ടോ ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായത്. ഹൗ വാസ് ദാറ്റ് പുള്ളിപ്പുലി മൊമെന്റ്?
ഭയങ്കര രസകരമായിട്ടുള്ള സംഭവമായിരുന്നു ആ യാത്ര എന്ന് പറഞ്ഞാൽ. ബന്ദിപ്പൂര് നിലമ്പൂരിൽ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്ററോളൊക്കെ ഉണ്ട് എനിക്ക്. ഞാൻ സാധാരണ പോകുന്ന പോലെ എൻ്റെ അടുത്ത് ബൈക്ക് എടുത്തിട്ട് കാട്ടിൽ പോയി. നിങ്ങൾക്ക് അധികം ഇതായിട്ട് ബന്ധപ്പെട്ട ഫ്രണ്ട്സ് ഒന്നുമില്ല. നമ്മൾ വീട്ടിൽ പറയാ കാട്ടിൽ പോവാന്നുള്ളതാണ്. വീട്ടിൽ ശരിക്കും പറയാറുണ്ട് നിങ്ങൾ കാട്ടിലേക്ക് വന്ന്? ചിലത് പറയും, ചിലത് പറയില്ല. പിന്നെ അവർക്ക് അറിയാട്ടോ ഞാൻ അങ്ങനെ വേറെ ഇതിനൊന്നും പോകുന്നില്ല എന്നുള്ളത്, കാട്ടിലേക്ക് പോകുള്ളൂ എന്നില്ല അവർക്കറിയാം. അവർ ഓക്കെ ആയതുകൊണ്ടാണ് ഇപ്പൊ ഞാന് ഈ പ്രൊഫഷനായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. എന്ത് ചെയ്യും, ഞാൻ അങ്ങനെ പോയി. പിന്നെ അവിടെ ജീപ്പ് സഫാരിയാണ് ചെയ്യുന്നത്. ജീപ്പ് സഫാരി ചെയ്ത സമയത്ത് ഹൈദരാബാദിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഉള്ള ആളുകൾ ഇതേപോലെ കാട് കാണാനും വലിയ ലെൻസുകളൊക്കെ ആയിട്ട് ക്യാമറകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് ഒരു ബേസിക് ക്യാമറ വെച്ചിട്ടാണ് ഞാൻ ഒരു DSLR ക്യാമറ വെച്ചിട്ടാണ് ഫോട്ടോ എടുത്ത് കാട്ടിൻ്റെ അകത്തേക്ക് കയറി. നമ്മൾ സാധാരണ ജീപ്പിൽ കാട് സഫാരി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പുള്ളിമാനുകളൊക്കെ കാണും. ഇതൊക്കെ ഫോട്ടോ എടുക്കാണ്. പിന്നെ ആന വരുന്നുണ്ട്, ഏർലി മോർണിംഗിനാണ് ഹാപ്പൻ. ആന വരുന്നുണ്ട്, പിന്നെ ഇതുണ്ട് എന്താ കാട്ടുപോത്തുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോഴാണ് നമ്മളെ ഡ്രൈവർ പറയുന്നത്, വണ്ടി ഓടിക്കുന്ന ആള് പറയുന്നത്, അവിടെ എന്തോ ഒരു അനങ്ങുന്നുണ്ട്, പുലിയാണെന്നാ തോന്നുന്നു. കാരണം ഒന്നും നോക്കിയില്ല, എല്ലാവരും മുകളിൽ നിന്ന് ജീപ്പിന്റെ മുകളിൽ നിന്ന് കണ്ട് ഫോട്ടോ എടുക്കാണ്. ഞാൻ എന്ത് ചെയ്തു, ടയറിനോട് ചാരിയിട്ട് എന്നുകാണ്ട് ഐ ടു ഐ ലെവലിൽ ഫോട്ടോഗ്രാഫി ചെയ്ത്. അതുകൊണ്ടാണ് ആ പൊസിഷന് ഇരിക്കുന്ന പോലെ അതേ ലെവലിൽ ഫോട്ടോഗ്രാഫി ചെയ്യാൻ വേണ്ടി പറ്റി. അതുകൊണ്ട് എല്ലാവരും ടോപ്പ് ആംഗിൾ നമ്മൾ ഏതൊരു ജീവനെ, ഏതൊരു ഒബ്ജക്റ്റ് ജീവനുള്ള ഉള്ളതിനെയും ഇല്ലാത്തതിനൊക്കെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആണ് റെസ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ആ അംഗീകാരം കിട്ടിയത്. ഞാൻ പല ചിത്രങ്ങളും വീണ്ടും അയച്ചു കൊടുത്തിരുന്നു, പക്ഷെ അതൊന്നും എനിക്ക് അങ്ങനെ കിട്ടിയില്ല. പിന്നെ 2014 ഇന്ത്യൻ കെമലിയോന്റെ ഒരു ചിത്രമുണ്ട്, അതും ഞാൻ ഐ ടു ഐ ലെവലിലാണ് ഫോട്ടോ എടുത്തത്. ഈ ഐ ടു ഐ ലെവൽ ഫോട്ടോഗ്രാഫി ചെയ്തതിന് മാത്രമാണ് എനിക്ക് കിട്ടിയത്. എന്ത് ചെയ്യാ, അപ്പോൾ BBC-ന്റെ മാഗസിൻ്റെ ഇത് കണ്ടു, ഞാൻ അതിലേക്ക് ഫോട്ടോസ് അയച്ചു കൊടുത്തു. നമ്മൾ ഇത് കിട്ടുന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇതിന്റെ വിവരണം എനിക്ക് ഇംഗ്ലീഷിൽ ഞാൻ ഭയങ്കര ആയിരുന്നു. ഇംഗ്ലീഷിൽ എനിക്ക് ആക്കി തന്നെ എൻ്റെ ഉപ്പയാണ് ആക്കി തന്നെ. ഞാൻ അത് ഡെഫർ ചെയ്ത് കൊടുത്തു. അപ്പോൾ അവര് എനിക്ക് മെയിൽ അയച്ചു, നിങ്ങൾ ഫോട്ടോസ് ഇങ്ങനെ വരും കേട്ടോ. മാഗസിനിൽ പബ്ലിഷ് ചെയ്ത സമയത്താണ് മനസ്സിലാവുന്നത്, രണ്ടാമതായിട്ടാണ് ചിത്രം വന്നിട്ടുള്ളത്. നെട്ടിപ്പോയി. ലൈഫ് എങ്ങനെ മാറി ബിഫോർ അവാർഡ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് അവാർഡ്? നമ്മളെ മാതൃഭൂമിയും ഏഷ്യാനെറ്റും അതുപോലെ മനോരമ ചാനൽ പോലെ നമ്മളെ ആളുകൾക്ക് BBC അറിയില്ല എന്നുള്ളത് 10 വർഷം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് പിന്നെ ഇതിനെ കുറിച്ച് അവർക്ക് വലിയ ധാരണ ഒന്നുമില്ലായിരുന്നു. പിന്നെ കുറേ വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ 10 വർഷം 11 വർഷമായി, ഇപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത് BBC എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് എന്നില്ല. കുറെ ആളുകൾക്ക് കേട്ടോ. നമ്മളെല്ലാവരും നാട്ടിൽ ജീവിക്കുന്ന നാട്ടുകാരാണ്, മനുഷ്യരാണ്. നമ്മുടെ നാട്ടിലെ മെയിൻ കാടുകൾ ഏതൊക്കെയാണ്? ഒന്ന് നിലമ്പൂർ കാട് തന്നെയാണ്. നിലമ്പൂരുകാരനായതുകൊണ്ട് ഫേവറേറ്റ് കാട്, എപ്പോഴും പോകാൻ പറ്റുന്നത്. നമുക്ക് മൂന്നാർ പോവാം. മൂന്നാർ ഏരിയയില് ഷോല വനങ്ങളൊക്കെ ഉള്ള നല്ല ഷോലക്കാടുകളുണ്ട്, നല്ല പാച്ചുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഗവിയിലായിരുന്നു. നിർബന്ധമായിട്ട് ഒരാളുടെ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ പെട്ട സ്ഥലമാണ് ഗവി എന്ന് പറയുന്നത്. ഒരു ദിവസം 30 വാഹനം മാത്രമേ കടത്തി വിടുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ പൊല്യൂഷൻ കുറവാണ്. നന്നായി. ഇന്നലെ പോയ സമയത്ത് മനസ്സിലായത്, മുൻകൂർ ബുക്ക് ചെയ്താൽ മാത്രമേ ഗവിയിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഓൺലൈനിൽ ഗവൺമെന്റ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരാഴ്ചക്കുള്ള രജിസ്ട്രേഷനാണ് ഒരുമിച്ച് തുറന്നു കൊടുക്കുന്നത്. പിന്നെ വയനാട് നമ്മുടെ അടുത്തുള്ള കാടല്ലേ, കണ്ണൂര് കാടല്ലേ, ഇങ്ങനെയുള്ള കാടുകളാണ് എനിക്ക് ഭയങ്കര രസകരമായിട്ട് ഭയങ്കര ഫീൽ ചെയ്ത് കണ്ട് പോകണം തോന്നിയത്. പറമ്പിക്കുളം, നെല്ലിയാമ്പതിയിലൊക്കെ മിന്നാമിനിങ്ങുകളും ഭയങ്കര രസകരമായിട്ടുള്ള സ്ഥലമാണ് നെല്ലിയാമ്പതി എന്ന് പറയുന്നത്. നെല്ലിയാമ്പതി തമിഴ്നാട്ടിലെ ആനമല ടൈഗർ റിസർവും പറമ്പിക്കുളവും അതുപോലെ നെല്ലിയാമ്പതിയൊക്കെ ചേർന്നൊരു കാട്, ഭയങ്കര എന്താ ഇതിന് പറയാ, ബയോഡൈവേഴ്സിറ്റി ഒക്കെ കൂടുതലുള്ള സ്ഥലമാണ് ഇത്. പിന്നെ ആതിരപ്പള്ളി റോഡ് അടിപൊളിയല്ലേ. ഏതൊക്കെ കാട്ടിൽ കയറി ഏതൊക്കെ ജീവികളെ കാണാൻ പറ്റും ഈ പറഞ്ഞ കാടുകളിൽ വെച്ചിട്ട്? നമ്മളെ വെസ്റ്റേൺ ഗാർഡ്സിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ടൈഗർ മുതലുള്ള എല്ലാ ജീവികളെയും കാണാം. ഏഷ്യയിൽ സിംഹങ്ങളുള്ളത് ഗുജറാത്ത് ഗീർവനത്തിൽ മാത്രമേ ഉള്ളൂ, അവിടെ പോയാലേ കാണാൻ പറ്റുള്ളൂ. കാസിറംഗയിൽ പോയാൽ ഞാൻ പോയിട്ടില്ല, പോകാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള സ്ഥലം കാസിറംഗ. അടുത്തൊരു സീസൺ അവിടെ ടൈഗർ ഉണ്ട്, ഒറ്റക്കൊമ്പൻ രാജാവ് ഉണ്ട് അവിടെ, റൈനോ. ഇന്ത്യയിലെ ഏറ്റവും ഭംഗിയുള്ള ഫോറസ്റ്റ് അവിടെയാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പോയി കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പോകും. പിന്നെ വേറെ ഏതൊക്കെ ആനിമൽസിന് വേറെ ഏതൊക്കെ കാടുകൾ?
ടൈഗർ ഇത്ര സാധനങ്ങളാണുള്ളത്. പിന്നെ രന്തമ്പൂർ പോവാം, തടോബ പോവാം. രന്തമ്പൂറൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ആന ഏറ്റവും കൂടുതലുള്ള എവിടെയാ? നമ്മുടെ വെസ്റ്റേൺ ഗഡ്സിൽ തന്നെയാണ് കൂടുതലായിട്ട് ആനനെ കാണുന്നത്. പിന്നെ കാസിറംഗിയിലും ആന ഉണ്ട്. ഇതൊക്കെയാണ് മെയിൻ. കബനി പോവാണെങ്കിൽ നാഗർഹോള ടൈഗർ റിസർവ് ഉണ്ട്. കബനി ആ സൈഡിൽ പോവാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് പാന്താറിനെ മുതൽ ലെപ്പേർഡ്, ടൈഗർ ഇതിനൊക്കെ സൈറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു കുറച്ചുകൂടെ ഇങ്ങനെ വിസിബിൾ ആവുന്ന കാർഡുകളാണ്. ഇതൊക്കെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മാർഗങ്ങളുള്ളത്. മനുഷ്യനല്ലാത്ത മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽ ഏതാണ്? മനുഷ്യനല്ലാത്ത ആനിമൽ ആരുമില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. ഓക്കെ, ഞാൻ 20 വർഷമായി, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഞാൻ ഒരു തവണ ഇങ്ങനെ ആനയുടെ ഒരു ഇതുണ്ടായപ്പോ ഞാൻ അതിന് ശല്യപ്പെടുത്തിക്കൊണ്ടാണ് അതിന്റെ കുട്ടികൾ. നമ്മളെ മക്കളെ ആരെങ്കിലും ഉപദ്രവിച്ച് നമ്മൾ വെറുതെ ഇരിക്കുവോ? ഇല്ല, ഒരിക്കലും ഇരിക്കില്ല. അതുപോലെ തന്നെ ആയിരിക്കും അതിന് നമ്മുടെ കയ്യിലിരിപ്പാണ്. നമ്മളെ കയ്യിലിരിപ്പാ. ഇതുപോലെ ഞാൻ കാട്ടിൽ പോകുന്ന സമയത്ത് കാട്ടുപോത്തുകളുണ്ട്. നീലഗിരി വനങ്ങളുടെ ഉള്ളിൽ സത്യമംഗലം കാടിനോടൊക്കെ അടുത്ത് അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്താണ് കാട്ടുപോത്തുകൾ ഒരുപാടുണ്ടായപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവേശ് കുമാർ ആവും ഞാൻ ചില സമയത്ത്. അങ്ങനെ നമ്മൾ ഓടിപ്പോയിട്ട് അതിന്റെ ഫോട്ടോ എടുത്തപ്പോൾ എൻ്റെ കയ്യില് ഒരു ഫോറസ്റ്റ് ഓഫീസർ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, അടങ്ങ് മോനെ, ജീവൻ ഉണ്ടായാൽ ഇനിയും ഫോട്ടോ എടുക്കാം, അല്ലെ ഇതോടെ തീരും. അപ്പോൾ നമ്മൾ മര്യാദപൂർവ്വം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനൊക്കെ കാണാൻ പറ്റും. ഞാൻ കുറച്ച് ആനിമൽസിന്റെ പേര് പറയാൻ പോവാണ്. ഇവരില് സാദിഖ് കണ്ടിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ സ്വഭാവങ്ങൾ കണ്ടത് വെച്ചൊന്ന് പറയണം. ഒന്ന്, കടുവ. കടുവ രാജാവാണ് ശരിക്ക്. സിംഗിൾ ആയിട്ട് ജീവിക്കുന്ന ജീവിയാണ്. സിംഗിൾ പേഴ്സൺ ആണ് കടുവ. കാരണം മേറ്റ് ചെയ്യുന്ന ആ സമയത്ത് മാത്രമാണ് പ്രത്യേക ഇനം കോളൊക്കെ ഉണ്ടാക്കും, ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് ഫീമെയിലിനെ ആകർഷിപ്പിച്ചിട്ട് 2 ടൈഗർ തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ട് അത് ജയിക്കുന്ന ആളിന് മാത്രമേ മേറ്റ് ചെയ്യാനും സമ്മതിക്കുള്ളൂ. അടുത്ത വർഷം ഇതുപോലെ എല്ലാ ജീവികളും അങ്ങനെ തന്നെയാണ്. മനുഷ്യന് പിന്നെ ഇതിനല്ലാത്തതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യും, 2 കടുവ ഫൈറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സമ്മതിക്കുന്നത്. അപ്പൊ അതിന് പ്രത്യേകമായിട്ടുള്ള ടെറിട്ടറി ഉണ്ട്. ആ ടെറിട്ടറിയിൽ സിംഗിൾ ആയിട്ടേക്ക് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ടൈഗറിനെ കാണാൻ നല്ല പ്രയാസമാണ് കാട്ടിൽ പോയാൽ. നമ്മൾ കടുവനെ കുറിച്ച് വർത്താനം പറഞ്ഞ വേറെ എന്തൊക്കെ കടുവ ഫാക്ട്സാണ് ഞങ്ങൾ അറിയേണ്ടത്? ആർക്കും അറിയാത്ത കടുവ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷേ കടുവന്റെ ഓരോ വരയിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോ കടുവനെ അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. കടുവ ഉള്ളൊരു കാട് എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാടായിരിക്കും. കടുവ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ ജീവികളും ഉണ്ട്. ഒരു കടുവ നിലനിന്നാൽ കടുവയും കാടുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. ആ കടുവ നിലനിൽക്കുകയാണെങ്കിൽ നമ്മൾ മനുഷ്യന്മാരും ഇവിടെ നിലനിൽക്കുമെന്നാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. കടുവല്ല എന്ന് വിചാരിക്കുക നമ്മള്, ഇവിടെ ഒറ്റ പുല്ലുണ്ടാവോ? മൊത്ത പുല്ല് പുള്ളിമാനും അതുപോലുള്ള ജീവികളും കാട്ടുപോത്തും തീർക്കില്ലേ? അവരെണ്ണം അങ്ങനെ കൂടും. എന്താ ചെയ്യാ? ഒരു ബാലൻസ് ആണ്. ഇതൊരു ബാലൻസിങ് ആണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച സാധനമാണ് ബാലൻസിങ്. പക്ഷെ നമ്മൾ റിയൽ ആയിട്ട് ഇത് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരും. നമ്മൾ കടുവനൊക്കെ വെടി വെച്ച് പിടിക്കും. ഈ സിംഗിൾ പെർസെന്റ് കടുവ ഇറങ്ങുന്ന സമയത്ത് ഏർലി മോർണിംഗ് അവനെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ? കടുവനെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2, കരടി. കരടിയാണ് കാട്ടില് പേടിക്കേണ്ട ജീവിയിൽ പെട്ടൊരു ജീവി. മനുഷ്യനെ പോലെ സത്യമായിട്ടും മനുഷ്യനെ പോലെ എഴുന്നേറ്റ് കരടിനെയാണ് നമുക്ക് കാട്ടിൽ പോകുന്ന സമയത്ത് പേടിക്കേണ്ട ജീവി. കാരണം മനുഷ്യനെ പോലെ എഴുന്നേറ്റ് നിൽക്കും. നമ്മൾ മരത്തിൽ കയറിയിട്ട് രക്ഷപ്പെടാൻ വിചാരിക്കുകയാണെങ്കിൽ മരത്തിൽ കയറും. വെള്ളത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യും? ഓടിച്ചു പിടിക്കണമെങ്കിൽ എങ്ങനെ ചെയ്യും? അവിടെ ഇത് നെയിൽ കട്ടർ ഇല്ലാത്തതുകൊണ്ടേ നല്ല നഖണ്ടായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും, കരടിനെയാണ് നമ്മൾ കാട്ടിൽ ഏറ്റവും പേടിക്കേണ്ട ജീവി കേട്ടോ. നേരത്തെ പറഞ്ഞതിനും കൂടിയുള്ള ഉത്തരാണ്. നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം കാട്ടിൽ പോവാന്. കരടിനെ കണ്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും നേരിട്ട്? ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. കരടി ഭയങ്കര പുറകെ വരുന്ന കേട്ടിട്ടുണ്ട്, വണ്ടിയുടെ പിന്നാലെ ഊട്ടി വരില്ല. മുഖത്തടിക്കുമ്പോഴത്തേക്കും മുഖത്തിന്റെ ഒരു ഭാഗം തന്നെ ഇല്ലാതെ. കാരണം അവിടെ നേരത്തെ പറഞ്ഞ പോലെ നെൽക്കട്ടറില്ല അവിടെ, അതുകൊണ്ട് വലിയ നഖമായിരിക്കും. വേറെ ഉണ്ട്, പണ്ട് നമ്മൾ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, മരിച്ചു കിടക്കുന്ന പോലെ അഭിനയിച്ച കരടി നമ്മൾ അറ്റാക്ക് ചെയ്യില്ല. വെറുതെ പറയാം, പുസ്തകത്തിൽ അങ്ങനെ എന്തൊക്കെ റിയൽ ലൈഫിൽ നമ്മളിത് അനുഭവിക്കുന്ന സമയത്ത് നമ്മളിതൊക്കെ മനസ്സിലാവും. ഓരോ ഇതിനെ കുറിച്ച് അറിയാത്ത ആരോ ആയിരിക്കും. കരടി സീനാണ്, കരടിയാണ് കാട്ടിലെ സീന്. ഓക്കെ. 3ാമത്തത് സിംഹം. സിംഹം ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ജീവിയാണ്. ഫാമിലി മാൻ. സിംഹം ഭയങ്കര രസകരമായിട്ടുള്ള ലൈഫാണ് സിംഹത്തിന്റെ ലൈഫ് എന്ന് പറയുന്നത്. അതില് സിംഹം ഇങ്ങനെ ആൺസിംഹം ഇങ്ങനെ രാജാവായിട്ട് ഇങ്ങനെ ഇരിക്കും. പെൺസിംഹം അതിന് വേണ്ടിയിട്ട് വേട്ടയാടിയും കണ്ട് പിടിച്ചു കൊടുക്കുക, ആൺസിംഹം കഴിക്കുക, കുറെ
പെണ്ണുങ്ങളുണ്ടാവും, കുറെ ഫീമെയിൽസ് ഉണ്ടാവും, അവരെ മേറ്റ് ചെയ്യുക, ഇതുപോലെ കിടക്കുക. അതാണ് അവന്റെ ജോലി. അതാണ് അവന്റെ ജോലി. പിന്നെ ഭയങ്കര രസകരമായിട്ടുള്ള ലൈഫാണ്, മനുഷ്യന്മാരെ പോലെ. എന്ത് ചെയ്യും, പക്ഷെ ഇതിനെ കാണാൻ ഭയങ്കര രസമാണ്. സിംഹത്തിനെ കാണാൻ ജഡൊക്കെ കുലുക്കിയിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കാട്ടിലെ രാജാവ് സിംഹം എന്ന് പറയുന്നത് വെറുതെ പറയാം. ഓക്കെ, കാട്ടിലെ രാജാവ് ശരിക്കും ടൈഗറാണ് രാജാവ് വരുന്നത്. ശരി. പിന്നെ അങ്ങനെ ഇവര് ഫൈറ്റ് ചെയ്തും കണ്ട് ഞാൻ രാജാവാണ്, ഇതൊക്കെ നമ്മൾ കഥാപുസ്തകത്തിലാണ് വായിച്ചിട്ടുള്ളത്. കാട്ടിൽ ഇങ്ങനെ സിംഹരാജ് ഇങ്ങനെ ചെയറൊക്കെ ഇട്ടിരിക്കും, എന്നിട്ട് പ്രജകളോടൊക്കെ പറയും. യെസ്. പിന്നെ എന്താ, കുറുക്കൻ എപ്പോഴും മന്ത്രിയായിരിക്കും അല്ലേ. പിന്നെ ഇതൊക്കെ നമ്മൾ കേരളത്തിൽ കുറുക്കനെ കാണുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളത് കുറുനരിയാണ് കാണുന്നത്. ഓക്കെ, ഈ കുറുനരിയും കുറുക്കനും വ്യത്യാസമുണ്ട്, അതിന്റെ കാഴ്ചയിൽ വ്യത്യാസമുണ്ട്. കുറുക്കന് കുറുന്നനെ ആയിരിക്കും, അതിന്റെ വാലിലൊക്കെ വ്യത്യാസമുണ്ട്. നമ്മൾ കാണുന്നത് ജക്കാളാണ്, കുറുനരിനെയാണ് കാണുന്നത്. ഇവിടെ വംശനാശം സംഭവിച്ചുകൊണ്ട് പോയിട്ടുണ്ട് കുറുക്കൻ എന്ന് പറയുന്ന ജീവി. ഒരു ജീവിയുടെ വ്യത്യാസം നമ്മളെ ലൈഫിൽ അതിന്റെ പ്രശ്നങ്ങൾ നന്നായിട്ട് കാണും കേട്ടോ. ഒരു തേനീച്ച വിചാരിക്കുകയാണെങ്കിൽ, ഏറ്റവും ചെറുതല്ലേ തേനീച്ച, എത്ര ചെറുതാ. ആ വിചാരിക്കുകയാണെങ്കിൽ ഒരു 5 വർഷം കൊണ്ട് ഭൂമിയിൽ ഒറ്റ മനുഷ്യന്മാരും ഒറ്റ ജീവജാലങ്ങളും ഉണ്ടാവില്ല. പുല്ലുകളൊന്നും, പോളിനേഷൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് തേനീച്ചയാണ്. നെൽക്കതിരുണ്ടാവില്ല, ചോറില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? സത്യം. പുല്ലില്ലാതെ പശു അല്ലെങ്കിൽ കോഴി ഇതൊക്കെ ജീവിക്കോ? പുഴുവില്ലാതെ ജീവിക്കോ? ഇതൊന്നും ഉണ്ടാവില്ല. ഒരു 5 വർഷം കൊണ്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്തൊക്കെ, ഏറ്റവും പൈസ ഉള്ള ആള് സ്റ്റോക്ക് ചെയ്തതൊക്കെ 5 വർഷം കൊണ്ടൊക്കെ തീരും. ഈ കുറുക്കനെ ആരാ ആക്ച്വലി കഴിക്കുന്നത്? കുറുക്കൻ കഴിക്കുന്ന ജീവി ഏതാണെന്നറിയോ നമുക്ക്? ഈ പന്നിന്റെ കുട്ടികളെ കുറുക്കൻ വല്ലാതെ കഴിക്കും. നമ്മളെ നാട്ടിലൊക്കെ പന്നി ഇഷ്ടംപോലെ കൂടിയിട്ടുണ്ട്. കർഷകർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പന്നി. കുറുക്കന്റെ ഇത് ഭയങ്കര കുറഞ്ഞത് കൊണ്ടാണത്. കുറുക്കൻ എന്ത് ചെയ്ത് ഇല്ലാണ്ടായി ഇവിടെ, അതുകൊണ്ടാണ് പന്നി ഇത്ര പെരുകുന്നത്. കുറുക്കനെ ആര് തിന്നണേ? കുറുക്കനെ ഇങ്ങനെ ലെപ്പേർഡോ ഇതൊക്കെ പിടിക്കും, അല്ലെങ്കിൽ ടൈഗറൊക്കെ പിടിക്കും. ടൈഗറൊന്നും പിടിക്കാൻ മാത്രം കുറുക്കല്ല, ലെപ്പേർഡൊക്കെ പിടിക്കും. പിന്നെ അതിന്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് കുറഞ്ഞ സമയമുള്ളൂ. ഇനി വരുന്നതാണ് കാട്ടുപോത്ത്. കാട്ടുപോത്ത് നല്ല രസകരമാണ് എന്നെ കാണാൻ. ഒന്നാമത് കാട്ടുപോത്ത് എന്ന് പറയുന്ന ജീവി ഇന്ത്യയിലില്ല. കാട്ടു പശു എന്നാണ് പറയുക, ഇന്ത്യൻ ഗോറാണ്. ഓക്കെ. പല ആളുകളും നമ്മളതിനെ കാട്ടുപോത്ത് എന്ന് വിളിക്കുകയാണ്. ഈ ബൈസൺ എന്ന് പറഞ്ഞ സാധനം ഇതാണ് ഗോർ എന്നാണ് പറയുക. ഓക്കെ. നമ്മള് ഇവിടുത്തെ കാട്ടുപോത്ത് എന്നാണ് അതിന് സാധാരണ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നത്. എല്ലാവരും അങ്ങനെ വിളിക്കുമ്പോൾ അങ്ങനെ ആവുക, ഒരു പ്രൊപ്പഗാൻഡ ചെയ്യപ്പെട്ടൊരു ജീവിയാണ് ഈ ജീവി. നമ്മളിവിടുത്തെ ഇതിനെ കാണാൻ ഭയങ്കര രസമുണ്ടോ. കാട്ടുപോത്തുള്ള ആഫ്രിക്കയിലാണ്. ഓക്കെ. കാരണം വെളുത്ത സോക്സ് ഒക്കെ ഇട്ട പോലെ ഭയങ്കര രസകരമായിട്ടാണ് നമ്മളിവിടെ ഉള്ള കാട്ടു പശുവിനെ കാണുന്നത്, ഗോറിനെ കാണുന്നത്. ഭയങ്കര രസമാണ് അതിനെ കാണാൻ. നല്ല തിളങ്ങുന്ന ശരീരമായിരിക്കും. ഇങ്ങനെ ഇത് കുലുക്കുന്ന സമയത്ത് ഭയങ്കര രസമാണ്. ഫാമിലി ആയിങ്ങാണ്ട് ജീവിക്കും. അങ്ങനെ അറ്റാക്ക് ചെയ്യൊന്നുമില്ല. അതിനെ ഉപദ്രവിച്ചാൽ അത് ഇങ്ങോട്ട് ഉപദ്രവിക്കും. കടിക്കൊന്നുമില്ല, കുത്തി ഇടുക ചെയ്യാം. നല്ല 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 കൊമ്പല്ലേ അതിന്റെ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു കൊമ്പല്ലേ അതിന്റെ? അതിന്റെ പതിഞ്ഞ കൊമ്പല്ലേ, ഇങ്ങനെ പതിഞ്ഞ കൊമ്പ് കാട്ടുപോത്തിന്റെ. ഈ കാട്ടെരുമുണ്ട്, കാസിറങ്കിയിലൊക്കെയാണ് ഉള്ളത്. ഞാൻ നീലഗിരിന്ന് കണ്ടിട്ടുണ്ട്, അതിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. പല ആളുകളും അവിടെ ഇല്ല എന്ന് പറയുന്നത്, പക്ഷെ എൻ്റെ അടുത്ത് ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. കാട്ടെരുമ അതിന്റെ വലിയ കൊമ്പായിരിക്കും. വാട്ടർ ബഫലോ എന്നാണ് അതിനെ പറയുന്നത്. അത് വലിയ കൊമ്പായിരിക്കും അതിന്റെ. പുലി ഏത് കാലാവസ്ഥയിലും ജീവിക്കും, ഏത് സ്ഥലത്തും ഉണ്ടാവും. കടൽ തീരത്തും അതിനെ ജീവിക്കാൻ കഴിയും. നെണ്ടിനൊക്കെ പിടിച്ചാലും അത് ജീവിക്കും, പട്ടികളൊക്കെ പിടിക്കും. ഏത് ഇതില് അതിനെ കൊണ്ടിട്ടാലും അത് ജീവിക്കാൻ കഴിയുന്ന. ലെപ്പേർഡുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയില്? ഇന്ത്യയിൽ എല്ലാ കാട്ടിലും ലെപ്പേർഡ് ഉണ്ട്. ബോംബെ നഗരത്തിൽ പോലും ലെപ്പേർഡ് ഉണ്ട്. നഗരത്തിലോ? അതിന്റെ ക്യാമറ ട്രാപ്പൊക്കെ എനിക്ക് തോന്നുന്നു നാഷണൽ ജോഗ്രഫിക്കോ BBC ഒക്കെ അതിൻ്റെ ഡോക്യുമെന്റേഷൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ലെപ്പേർഡ് ഉണ്ട്, നഗരത്തിൽ ലെപ്പേർഡ് ഉണ്ട്. മനുഷ്യന്മാർക്ക് ഉപദ്രവമൊന്നും ഉണ്ടാക്കുന്നില്ല. അവിടെയുള്ള പട്ടിണി മറ്റുള്ള ജീവികളൊക്കെ പിടിച്ചിട്ടാണ് ജീവിക്കുന്നത്. ചീറ്റ ഇപ്പൊ ഇന്ത്യയിലേക്ക് രണ്ടാമതായിട്ട് കൊണ്ടുവന്നു അല്ലേ? 2 ചീറ്റനെ നമ്മൾ കൊന്നു കളഞ്ഞു. അതുപോലെ കാരണം ഇന്ത്യൻ്റെ ക്ലൈമറ്റിന് പറ്റിയൊരു ജീവിയല്ല ചീറ്റ എന്ന് പറയുന്ന ജീവി. കൂടുതലായിട്ട് ചൂടൊക്കെ വേണം, ഓപ്പൺ ആയിട്ടുള്ള ഏരിയ വേണം, ഓടിച്ചിട്ടാണ് ഇരയെ പിടിക്കുന്നത്. അതുപോലെ കൃഷ്ണമാന് വേണം, ബ്ലാക്ക് ബഗ് എന്ന് പറയുന്ന ജീവി. അങ്ങനെയുള്ള ജീവികളെയാണ് അത് പിടിക്കുന്നത്, വേട്ടയാടുന്നത്. പണ്ട് ചീറ്റകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടും. നമ്മുടെ ഉണ്ടായിരുന്നു ആണ്. പിന്നെ നമ്മൾ ഇന്ത്യൻ ചീറ്റയും ആഫ്രിക്കൻ ചീറ്റയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്.
മിസൈമാറിയിലൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ആളുകളെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. ചിറ്റയുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണല്ലോ. ഈ കാറ്റ് ഫാമിലിയിൽ ഏറ്റവും വലിയ കാറ്റ് ഫാമിലി, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ ടൈഗർ, ചീറ്റ, അങ്ങനത്തെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരിക്കും കോമൺ ആയിട്ട് പറയാനായിട്ടുള്ള സ്വഭാവത്തിൽ വെച്ചിട്ട്? എല്ലാവരും ഇതാണ്, മാംസാഹാരമാണ്. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. പിന്നെ ഒന്ന് ഗാംഭീര്യമുള്ള ജീവിയാണ് മൊത്തത്തിൽ. കാണുമ്പോൾ തന്നെ നല്ല രസമാണ്, കാഴ്ചയിൽ ഭയങ്കര രസമാണ്. പക്ഷെ ഈ കാറ്റ് ഫാമിലി ഉണ്ടായാലും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ള മനുഷ്യന്മാരുൾപ്പെടെയുള്ള ആളുകൾ ഭൂമിയിലുണ്ടാവുള്ളൂ. യെസ്, ഓക്കെ. ഇനി നമ്മുടെ ഏറ്റവും വലുത് ആന. കരടി കഴിഞ്ഞാൽ രണ്ടാമത് പേടിക്കേണ്ട ജീവി ആനയാണ്. ഓക്കെ. നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ആനയുടെ സ്പീഡ് എന്ന് പറയുന്നത് 60 km/h ആണ് ഏറ്റവും കുറഞ്ഞ സ്പീഡ് കേട്ടോ. ഒരു ദിവസം 40 കിലോമീറ്ററോളം സഞ്ചരിക്കും ആന. ആനനെ കാണുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത്? ചിലർ പറയുന്നുണ്ട് നമ്മൾ വണ്ടിയിൽ മറ്റേ ലൈറ്റ് അടിച്ച് കാണിക്കുക, സൗണ്ട്, ഇതൊക്കെ ആനനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണോ ട്രാവൽ ചെയ്യുന്ന സമയത്ത്? അതിന് ഇറിറ്റേറ്റ്, നമ്മളെ ചെവിയിൽ ഒരാൾ ഒരുപാട് ശബ്ദം ഉണ്ടാക്കിയാൽ നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് അല്ലേ വരിക. നമ്മളൊരാൾ ലൈറ്റ് അടിച്ചാലും നമുക്ക് ഇറിറ്റേറ്റിംഗ് അല്ലേ വരിക. നമുക്ക് എന്തൊക്കെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നു അതൊക്കെ ജീവികൾക്കും അതൊക്കെ ജീവനുള്ള സാധനമാണ്. വേറെ കാര്യം കേട്ടോ, നമ്മളിപ്പോൾ ആനിമലിനെ കാണുകയാണെങ്കിൽ ഒരുപാട് നേരം അതിനെ സ്റ്റെയർ ചെയ്തിരുന്നാൽ അത് പേടിച്ച് പോകുന്നു ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കുറെ നമ്മൾ ഹൈഡ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ ഒരു സാധനം, നമ്മൾ ഐ കോണ്ടാക്റ്റിൽ കുറച്ചും കൂടെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ മാറിപ്പോവാനൊക്കെ സാധ്യത ഉണ്ട്. ഞാനങ്ങനെ ചെയ്യാറുണ്ട്, മാറിപ്പോയിട്ടുണ്ട്. ആരായിട്ടാണ് ഐ കോണ്ടാക്ട് വെച്ച് റീസെന്റ്? അനിമൽസിനെ ഒരുവിധമൊക്കെ നമ്മൾ ഐ കോണ്ടാക്ട് വെച്ച് കണ്ട് തന്നെ ചെയ്യാം. സത്യം. നമുക്ക് പരീക്ഷിച്ചു നോക്കാം കേട്ടോ. നമ്മളെ നാട്ടിലുള്ള ഒരു തെരുവ് പട്ടിയെ നമ്മളിങ്ങനെ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ദൂരമൊക്കെ നിങ്ങണ്ട് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഓടി പോവുകയാണെങ്കിൽ നമ്മളെ ഉപദ്രവിക്കും. ഓക്കെ, അനങ്ങരുത്. അനങ്ങാതെ നമ്മൾ അതിന്റെ അയിലേക്ക് തന്നെ ശ്രദ്ധിച്ചു നിന്നാൽ അത് തിരിച്ചു ഓടിപ്പോവും. നമ്മൾ ആനിമൽസിനെ കുറിച്ച് പറഞ്ഞു. ബുദ്ധിമാന്മാർ അല്ലെങ്കിൽ ബുദ്ധിമതികളായ കിളികളുണ്ടോ? നമ്മൾ കാട്ടിലേക്ക് കയറുന്ന സമയത്തെ പലപ്പോഴും പല ആളുകളും പോയിട്ടുണ്ടാവും. കിളികളൊക്കെ ഭയങ്കര രസകരമായിട്ട് ശബ്ദം ഉണ്ടാക്കും. നമ്മൾ കാട്ടിൽ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. സബാഷ്, വെൽക്കം ചെയ്യാണ്. അപ്പൊ മറ്റുള്ള ജീവികൾക്ക് അലേർട്ടാണ്, മറ്റുള്ള ജീവികൾക്ക് പറഞ്ഞു കൊടുക്കാണ് ഇങ്ങനെ ഒരാൾ കാട്ടിൽ കയറിയിട്ടുണ്ട്, കാട്ടിലില്ലാത്ത ഒരാളാണ് കയറിയിട്ടുള്ളത് എന്നുള്ള പറഞ്ഞു കൊടുക്കാണ്. അല്ലാതെ ബ്യൂട്ടിഫുൾ വെൽക്കം ഒന്നും അല്ല, വെൽക്കം സോങ് ഒന്നും അല്ല, നമ്മൾ കാട്ടിൽ കയറിയിട്ടുണ്ടെന്നുള്ള പറഞ്ഞു കൊടുക്കാണ്. ഓക്കെ. ഈ മുകേഷ് ഹരിഹർ നഗറിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആന കുത്താൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആന കുത്താൻ വന്ന ഒന്നും ചെയ്യല, ആന കുത്തിക്കോളും. നമ്മള് തുടക്കത്തിലേ പറയുന്ന സാധനം ഐ കോണ്ടാക്ട് ചെയ്യാം. പിന്നെ തുടക്കത്തിലേ പറയുന്ന സാധനം അതിന് പറ്റുന്ന ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് ഹൈഡ് ചെയ്തിട്ട് ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്. കുത്താൻ വരുന്ന സംവിധാനം നമ്മൾ ഇല്ലാതിരിപ്പിക്കുക. നമ്മൾ നല്ല ക്ഷമയുള്ള ആളുകൾക്കാണ് ഈ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. ക്ഷമയുടെ നെല്ലിപ്പലക അറിയിച്ച ആരായിരിക്കും? ബേർഡ്സിന്റെ ഒക്കെ ഫോട്ടോഗ്രാഫി ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്ന ആക്ഷൻ ഷോട്ടുകളൊക്കെ എടുക്കുന്നത് നല്ല ക്ഷമയോട് കൂടിയിട്ടാണ് എടുക്കേണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ പോയിരുന്നു, ഗുജറാത്തിൽ പോയത് പറഞ്ഞില്ല, ജുനഗത് ഒരു പോണ്ടിൽ വെച്ചിട്ട് നല്ല വൈൽഡ് ഡക്ക് ഉണ്ട് അവിടെ. ആ ഡക്കിന്റെ പടം എടുത്ത് നല്ല രസകരമായിട്ടുള്ള കുറച്ച് പടം കിട്ടി. അങ്ങനെ പാറി പോവാൻ നിൽക്കുന്ന മുമ്പുള്ള ഷോട്ടുകളൊക്കെ കിട്ടി. ഇന്നലെ ഞാൻ ഗവിയിൽ പോയ സമയത്ത് ചൂളക്കാക്ക ഉണ്ടായിരുന്നു അവിടെ. അതാണ് കാട്ടിൽ ആദ്യം എഴുന്നേൽക്കുന്ന ജീവിയിൽപ്പെട്ടൊരു ജീവിയാണ്. ഇതെങ്ങനെ ഇരിക്കും ചൂളക്കാക്ക? നീല കളറായിരിക്കും. ഇതെന്ത് ചെയ്യും, ശബ്ദം ഉണ്ടാക്കും. ഇത് ഏറ്റവും ആദ്യം ജീവിക്കുന്ന രീതിയാണ്. അതെല്ലാവരെയും വിളിച്ചോണ്ടിടത്തും. അലാമാണ് കാട്ടിലെ അലാമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേർഡാണ് കേട്ടോ ചൂളക്കാക്ക. ഞങ്ങളൊരു സ്ഥലത്ത് ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ടും ഉണ്ടായില്ല. അവിടെ കണ്ടപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട് ഉണ്ട് റാഷി, ഞങ്ങൾ രണ്ടാളും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സാണ്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന് കുറേ നേരം ഇരുന്നു. ലാസ്റ്റ് സമയമൊക്കെ ആയപ്പോൾ നമ്മൾ എഴുന്നേറ്റ് പോകല്ലാതെ വേറെ നിവൃത്തി ഉണ്ടായില്ല. എന്നാലും 1-2 നല്ല പടങ്ങളൊക്കെ നമുക്ക് കിട്ടി. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് എല്ലാ ജീവികളെയും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. ടൈഗറിനെയാണ് ഒരുപാട് സമയം വെയിറ്റ് ചെയ്താലേ ടൈഗറിനെ കിട്ടുള്ളൂ. അതിൻ്റെ സ്പോട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് നോക്കി റിസർച്ച് ചെയ്തിട്ട് ഒക്കെ പോകണം. നമ്മൾ ഏത് സ്ഥലത്തേക്ക് പോകുമ്പോഴേ ആ സ്ഥലത്തുള്ള കാലാവസ്ഥ നോക്കിയിട്ട് മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ. ആ സമയത്ത് ഏതാണ് അവിടെ ജീവി ഉണ്ടായിരിക്കുക, അവിടുത്തെ മണ്ണ് എങ്ങനത്തെ മണ്ണാണ്, മരങ്ങൾ ഏത് ടൈപ്പ് മരങ്ങളാണ്, ഇതൊക്കെ മുൻപ് വായിച്ച് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. നമ്മൾ പ്രത്യേകിച്ച് വെസ്റ്റേൺ ഗട്ട്സിൽ മഴക്കാലം നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. മഴ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അനിമൽസിനെ കാണണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ പൊതുവെ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ളൊരു സമയത്താണ്
ഓക്കെ, ഒക്ടോബർ ഫെബ്രുവരി. ഓക്കെ, യാത്ര ചെയ്യാനും ഇതിനൊക്കെ Climate കാണാനും wise. ക്ലൈമറ്റ് വൈസിലും എല്ലാത്തിലും സൈറ്റിങ്ങും. എല്ലാം കിട്ടുന്ന ഈ ഒരു സമയത്താണ്, ഇന്ത്യയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത്. പിന്നെ കുറേ മനുഷ്യന്മാരെ കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നൊക്കെ ഭയങ്കര അനുഗ്രഹമല്ലേ. സത്യം. നമ്മൾ ഭാഷ അറിയില്ലെങ്കിലും അവരെ കൂടെ ഇരുന്ന് ചായ കുടിക്കുക, കുറേ നേരം ചായ കുടിക്കും. മറ്റുള്ള തണുത്ത സാധനം കഴിക്കുന്ന പോലെയല്ല, ചായ കുടിക്കുമ്പോൾ നല്ല ചൂടുണ്ടായതുകൊണ്ടേ കുറേ നേരം ഇരുന്ന് കണ്ട് സംസാരിക്കാൻ കഴിയും. അങ്ങനെ സംസാരിക്കാൻ കുറേ ആളുകളോട് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചുണ്ട്, ഇവാൻ സാറായിട്ട് സംസാരിക്കാൻ പറ്റി. ഞാൻ പ്രോഗ്രാമിന് പോയ സമയത്ത് അയ്യോ എന്തോരു മനുഷ്യനാണ് അദ്ദേഹം. അത് എങ്ങോട്ട് കയറിയിട്ട് സംസാരിക്കും, നമ്മള് അത്ഭുതപ്പെടുകയാണ് അങ്ങനെയുള്ള ആളുകളുണ്ടെന്നല്ലേ. സാദിഖിന്റെ ഒരു ഇൻസ്റ്റാ വീഡിയോ ഞാൻ കണ്ട്, മിന്നാമിനിങ്ങനെ കാണണമെങ്കിൽ കൂട്ടത്തോടെ മാസായിട്ട് കാണണമെങ്കിൽ TK കോളനിയിൽ പോകണമെന്ന് പറഞ്ഞായിരുന്നു. എവിടെയാണ് ഈ TK കോളനി? അയ്യോ അറിയില്ലായിരുന്നു അല്ലേ. നമുക്ക് TK കോളനി മാതൃഭൂമി അതിന് ഓൺലൈനിൽ ന്യൂസ് ചെയ്തിട്ടുണ്ട്. അത് നിലമ്പൂർ കാടുകളിൽ വരുന്നൊരു സ്ഥലമാണ് TK കോളനി. അതിന്റെ ലൊക്കേഷൻ ഞാൻ അതിന്റെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരുന്നു. വേനൽമഴ തുടങ്ങി കുറച്ച് സമയമാണ് ഇതിന്റെ സമയമുള്ളത്. 2 ആഴ്ച മുതൽ ഞാൻ അതിൽ പ്രത്യേകം പറഞ്ഞിരുന്നു 4 ആഴ്ച വരെയാണ് സമയമുള്ളത്. ഇൻസ്റ്റഗ്രാമിൽ കുറെ ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ എന്താണ് VM സാദിഖലി എന്നാണ് യൂട്യൂബിൽ ഇങ്ങനെ റീസെന്റ് ആയിങ്ങാണ്ട് വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങുന്നുണ്ട്. ഞാൻ യൂട്യൂബിലൊന്നും അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പോൾ ഇൻസ്റ്റയിലിടുന്ന നല്ല കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ റീക്യാപ്ചർ എടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ ഇടുന്നുണ്ട്. പിന്നെ പറഞ്ഞുകൊണ്ട് വന്നത് 2 ആഴ്ച മുതൽ 4 ആഴ്ച വരെ ആണ് ഇതിന്റെ ആയുസ് ഉള്ളത്. ആൺമിന്നാമിനിങ് മാത്രമേ ഉള്ളൂ ലൈറ്റ് അടിക്കുക, പ്രകാശിക്കുക. ഏകദേശം 2000-ഓളം സ്പീഷീസ് മിന്നാമിനിങ് ആ കാറ്റഗറിയിൽ വരുന്നുണ്ട്. ഈ ലൈറ്റ് പുറപ്പെടുക്കുന്ന ജീവി വരുന്നുണ്ട്. ഈ ഫീമെയിലിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മിന്നാമിനിങ് ലൈറ്റ് കത്തിക്കുന്നത്. പിന്നെ ഏറ്റവും അടിപൊളിയായിട്ട് ഭംഗിയിൽ ലൈറ്റ് കത്തിക്കുന്ന ജീവിക്ക് മാത്രമേ മേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മേറ്റ് ചെയ്ത് അവിടെയും എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ ഏറ്റവും ഭംഗിയിൽ ലൈറ്റ് കത്തിക്കുന്ന മൃഗങ്ങളുടെ ഭയങ്കര നമ്മൾ മൃഗങ്ങളകത്ത് രക്ഷപ്പെട്ടാണ്. ഏറ്റവും ഭംഗിയിൽ പ്രകാശിക്കുന്ന ആളിനെ മാത്രമേ പറ്റുള്ളൂ. മേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആൺമിന്നാമിനിങ് ചത്തുപോകും. പിന്നെ ഫീമെയിൽ എന്ത് ചെയ്യും, മുട്ടിട്ടിട്ട് അതും ചത്തുപോകും. പിന്നെ പുതിയൊരു തലമുറ ഉണ്ടായി. ട്രാജഡിയാണല്ലോ ജീവിതം മുഴുവൻ. അതിന്റെ ആഹാരം എന്ന് പറയുന്നത് ഞാനൊക്കെ വിചാരിച്ചിരുന്നു ഒച്ചിനൊക്കെ എന്താ ചെയ്യുക എന്നൊക്കെ വിചാരിച്ചിരുന്നു. മിന്നാമിനിങ്ങിന്റെ ആഹാരം ഒച്ചുകളാണ്. അപ്പൊ പ്രകൃതിയിലെല്ലാത്തിനും മിന്നാമിനിങ്ങിന്റെ ആഹാരം ഒച്ചുകളാണ് മിന്നാമിനിങ് കഴിക്കുക. ഇത്ര ചെറിയ മിന്നാമിനിങ് ആ ഒച്ചിനെ തിന്നോ? മിന്നാമിനിങ്ങിന്റെ ലാർവ ഉണ്ടല്ലോ, ഇത് പ്യൂപ്പ ആ പുഴു എന്ത് ചെയ്യും, ഒച്ചിനെ കഴിക്കും. അതിന്റെ ലൈഫ് സർക്കിൾ അങ്ങനെയാണ്. അപ്പൊ ഇതിനെ കഴിക്കാനൊരു ജീവി വേണ്ടേ, അല്ലെ ഇത് ഒച്ചു കണ്ണമാനം കൂടൂലേ, കൃഷിയൊക്കെ പ്രശ്നം ഉണ്ടാവില്ലേ. എല്ലാം ഒരു ഞാണമേ കളിയാണ്. മിന്നാമിനെ കണ്ട് അടിച്ചു വന്നാൽ ഇതൊക്കെ പ്രശ്നമാവും. നെല്ലിയാമ്പതിയിൽ പോയാൽ മിന്നാമിനിങ്ങിനെ കാണാൻ പറ്റാറുണ്ട്. ഞാൻ TK കോളനിയിലാറെ കണ്ടിട്ടുണ്ട്. ആ നെല്ലിയാമ്പതിയിൽ മിന്നാമിനിങ്ങിനെ അവിടെ ഒരു ലക്ഷക്കണക്കിന് മിന്നാമിനിങ് ഉണ്ടാവും. TK കോളനിയിൽ പോയാൽ 10,000 കണക്കാണ് കാണുന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് മിന്നാമിനിങ്ങളെ കണ്ടിട്ടുണ്ട്. ബൈ സീസൺ ആണ്, ഇപ്പോൾ പോയാൽ കാണാൻ പറ്റുമെന്നില്ല അറിയില്ല. ഞാൻ റീസെൻ്റ്ലി പോയിട്ടില്ല. പറമ്പിക്കുളത്ത് ഇങ്ങനെ കാണാറുണ്ട്. ആനമല ടൈഗർ റിസർവിലാണ് കോടിക്കണക്കിന് മിന്നാമിനിങ് കണ്ടിട്ടുള്ളത്. അവിടെ രാത്രിയൊക്കെ നല്ല പ്രകാശമായിരിക്കും. ലേസർ ഷോ ആയിരിക്കും. ശരിക്കും ഞാൻ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അത് ഞാൻ അന്തം വിട്ടുപോയിട്ടുണ്ട്. അയ്യോ, ഒരുപാട് ക്യാമറയുടെയും കാടിൻ്റെയും കഥകൾ പറഞ്ഞു. കാട്ടിലൂടെ യാത്ര ചെയ്തൊരു ഫീൽ നമുക്ക് ഉണ്ടായി. താങ്ക് യു സോ മച്ച് സാദിഖ്, നമ്മുടെ ഒപ്പം ക്ലബ് FM വന്ന് സംസാരിച്ചതിന്, കുറച്ച് കാട്ടറിവ് നമുക്ക് തന്നതിന് താങ്ക് യു സോ മച്ച്. ഞാനാ ശരിക്ക് താങ്ക് യു പറയണ്ടേ. നമുക്ക് ആളുകളോട് സംസാരിക്കാൻ പറ്റുന്ന വേദി കിട്ടല്ലേ. വിദ്യാർത്ഥികളോട് സംസാരിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ആളുകൾ ഇത് കേട്ടിട്ട് അവരോടൊക്കെ മനസ്സിലൊരു പച്ചപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു മിഠായിന്റെ കവറ് നമ്മളെ കീശയിലിടുകയാണ്, അല്ലെങ്കിൽ പുറത്ത് വലിച്ചെറിയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ എന്റെ ഏറ്റവും വലിയ വിജയം. അങ്ങനെ ചെയ്യുമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സാദിഖ്.